ഈശോയിൽ പ്രിയപ്പെട്ടവരെ, SL മീഡിയയുടെ എൽ റൊസാരിയോ എന്ന പ്രോഗ്രാമിന്റെ സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് മറ്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെല്ലാം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കത്തോലിക്കർ പരിശുദ്ധ അമ്മയെ അല്ലെങ്കിൽ മറിയത്തെ മാതാവായി അല്ലെങ്കിൽ അമ്മയായി പരിഗണിക്കുന്നു. എന്തിനാണ് അതിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്നു. നമ്മളും ചിലപ്പോൾ ചില ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥകളിലേക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ പോകാറുണ്ട്. ഇന്ന് നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കർത്താവിന്റെ അമ്മയാണ് അവൾ എന്നുള്ളതാണ്. അവൾ കർത്താവിന്റെ അമ്മയാണ്. ആരാണ് ഈ കർത്താവിന്റെ അമ്മ എന്ന് അവളെ നോക്കി പറഞ്ഞത്? ആദ്യമായിട്ട് അവളെ നോക്കി പറഞ്ഞത് മറ്റാരുമല്ല, അവളുടെ ഇളയമ്മയായ എലിസബത്താണ്. എലിസബത്ത് ഉദ്ഘോഷിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ മറിയത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ മറിയത്തിന്റെ അഭിവാദനം ഉണ്ടായ സമയത്ത് എലിസബത്ത് പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൾ പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുണ്ടായ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-43 വാക്യങ്ങളിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി മറിയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞെങ്കിൽ നമുക്കും എന്തുകൊണ്ട് മറിയത്തെ കർത്താവിന്റെ അമ്മ എന്ന്, ദൈവത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിശേഷിപ്പിച്ചേ പറ്റൂ. അവൾ കർത്താവിന്റെ അമ്മയാണ്, അവൾ നമ്മുടെ അമ്മ കൂടിയാണ് എന്ന് കൂടി മറക്കരുത്. കർത്താവിന്റെ അമ്മയായിരിക്കുമ്പോൾ തന്നെ അവൾ നമ്മുടെ അമ്മയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഈശോ പറഞ്ഞത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ നമുക്ക് അമ്മയായി നൽകുന്നു. മറിയത്തോട് പറയുന്നു, തൊട്ടു മുൻപത്തെ വാക്യത്തിൽ 26-ാം വാക്യത്തിൽ പറയുന്നു, മറിയത്തോട് പറയുന്ന ഇങ്ങനെയാണ്, ഇതാ നിന്റെ മകൻ. ആ സമയം മുതൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് വചനത്തിൽ കാണുന്നത്. നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കേണ്ട സമയമായി. പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ട സമയമായി. നമ്മുടെ അമ്മയായി, കർത്താവിന്റെ അമ്മയായി സ്വീകരിക്കേണ്ട സമയമായി. ആ ബോധ്യമുള്ളവൻ മാത്രമേ പരിശുദ്ധ അമ്മയോട് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കൂ. ഇന്ന് നമ്മുടെ ഇടവകയിലെ വിശ്വാസികളെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയെ ഏറെ സ്നേഹത്തോടെ കാണുന്നവരാ. നമുക്ക് കുറെ കൂടി സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയെ കാണാം. അമ്മ നമ്മുടെ സ്വന്തമാണെന്ന തിരിച്ചറിവിൽ നമ്മുടെ സ്വന്തം അമ്മയെ കാണുന്നതിനേക്കാൾ ഉപരിയായ സ്നേഹത്തോടെ നമുക്കും അമ്മയെ കാണാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്, അമ്മ നമ്മെ സംരക്ഷിക്കുന്നു, അമ്മ നമുക്കൊപ്പം കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നിലകൊള്ളുന്നു എന്ന തിരിച്ചറിവോടെ അവരുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മഴവില്ലു പോലെ മായാവർണ്ണം പോലെ തൂവൽ പൂന്തന്നൽ പോലെ നീ വാനിൽ, തൂവൽ പൂന്തന്നൽ പോലെ നീ വാനിൽ, സുരറാണി നീ സ്വർഗരാജ്ഞി നീ, മാലോകർക്കഭയം നീ, സുരറാണി നീ സ്വർഗരാജ്ഞി നീ, മാലോകർക്കഭയം നീ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കുരിമാനം പോലെ നീ കൈമാറുന്നു വചനത്തിൻ തിരുമധുരം, കൈ ചേർത്തെന്നെ നീ പുൽകിടുന്നീതാ മനസ്സിലൊരുത്സവമായി.
എന്റെ ആത്മാവിൻ കൃപയാഴം നീ, എന്റെ സ്വർഗത്തിൻ ഉറവയും നീ. എന്റെ ആത്മാവിൻ കൃപയാഴം നീ, എന്റെ സ്നേഹത്തിൻ ഉറവയും നീ. ആവേ മരിയ, 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 ആവേ മരിയ.